അമ്മ മാതാവിൻ്റെ മീശോയ്ക്കും സ്തുതി. എൻ്റെ പേര് ജോസ്ന. ഞാൻ UK-യിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2022-ലാണ്. കൃപാസനത്തിനെക്കുറിച്ച് ഞാൻ ആദ്യമായി കേൾക്കുന്നത് 2020-ലാണെങ്കിലും എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് അധികം വിശ്വാസം ഉണ്ടായിരുന്നില്ല. എൻ്റെ ഒരു ഹിന്ദു കൂട്ടുകാരിയാണ് എന്നെ ഒരുപാട് ഫോഴ്സ് ചെയ്തിട്ട് ഞാൻ ഇവിടുത്തെ ധ്യാനം എല്ലാ ട്യൂസ്ഡേയും ലൈവായിട്ട് കേൾക്കാൻ തുടങ്ങിയത്. അങ്ങനെ എല്ലാ ട്യൂസ്ഡേയും അത് കേൾക്കാൻ തുടങ്ങി. ഞാൻ അബുദാബിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് അപ്രതീക്ഷിതമായിട്ട് UK-യിൽ ജാഗ്വർ ലാൻഡ് റോവറിൽ ജോലി കിട്ടുകയും അങ്ങനെയാണ് എനിക്ക് ഉടമ്പടിയിൽ ആദ്യമായി വിശ്വാസം വരുന്നത് തന്നെ. ജോലി കിട്ടിയ ഉടനെ തന്നെ ഞാൻ 2 ദിവസത്തിനുള്ളിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അത് കഴിഞ്ഞ് എനിക്ക് 10 വർഷമായിട്ട് മക്കളില്ല, എൻ്റെ അനിയത്തിക്കും കുട്ടികളില്ല. അന്ന് ഇവിടെ വന്ന ഉടമ്പടി എടുത്ത് പോയിരുന്നു. അത് കഴിഞ്ഞ് ഉടമ്പടി ജീവിതത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത്. തൈലവും ഉപ്പുമൊക്കെ ഉപയോഗിക്കുമായിരുന്നു. 2023 പിന്നെ വെക്കേഷന് വന്നപ്പോഴും ഞാനിവിടെ അച്ഛനെ കാണാൻ വന്ന് തലയെത്തൊട്ട് പ്രാർത്ഥിച്ചിരുന്നു. അന്ന് അച്ഛൻ തലയെത്തൊട്ട് പ്രാർത്ഥിച്ചിട്ട് സാക്ഷ്യം വന്ന് പറയണം എന്ന് പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഇടയിലും ഞാൻ IVF ഒക്കെ ചെയ്തിരുന്നു. നവംബർ 2024 ഞാൻ 2ാമത്തെ തവണ IVF ചെയ്ത് അത് ഫെയിലായിപ്പോയി. ആ സമയത്ത് എന്നോട് ഡോക്ടർ പറഞ്ഞത്, എനിക്ക് വയസ്സ് 37 നിങ്ങളുടെ ഓവറീസ് ഒരു 45 വയസ്സായ സ്ത്രീയുടെ പോലെയുണ്ട്, നിങ്ങൾക്ക് ഇനി സ്വന്തമായൊരു കുഞ്ഞുണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ല, ഡോണർ എഗ്സിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. ഭയങ്കരമായി മനപ്രയാസപ്പെട്ട് വീണ്ടും ഉടമ്പടി പുതുക്കാൻ ഈ റിസൾട്ട് നെഗറ്റീവായി കഴിഞ്ഞ് ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ കേട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ വീണ്ടും ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ അനിയത്തിക്കും എനിക്കും വേണ്ടി കുഞ്ഞുങ്ങളുണ്ടാവാൻ വീണ്ടും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയി UK-യിലോട്ട്. അത് കഴിഞ്ഞ് 14 ദിവസം ആവുമ്പോഴേക്കും എൻ്റെ അനിയത്തി എന്നോട് പറഞ്ഞു അവൾ പ്രഗ്നൻ്റ് ആണെന്ന്. ഞങ്ങൾ 2 പേരും ഉടമ്പടി തൈലവും ഉപ്പും യൂസ് ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അവൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്രസ്റ്റിലൊരു ലംബ് കണ്ടു. അപ്പം എൻ്റെ അമ്മയ്ക്ക് 36ാമത്തെ വയസ്സിൽ ക്യാൻസർ വന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും ക്യാൻസറാണ് എന്ന് ഉറപ്പിച്ച് മനസ്സിൽ വിചാരിച്ചിരുന്നു. അപ്പോഴും ബ്രസ്റ്റിലും മാതാവിൻ്റെ എണ്ണ തേച്ച് പ്രാർത്ഥിച്ച് അവിടെ UK-യിലൊക്കെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. എനിക്കൊരു 2 മാസം എടുത്തിട്ടാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അങ്ങനെ അപ്പോയിൻമെൻറ്റ് കിട്ടി. മാമോഗ്രാമിന് വേണ്ടി അവർ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം യാതൊരു കാരണവശാലും ആവാൻ ചാൻസ് ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് എനിക്കത് ചെയ്യാൻ കൂടി താല്പര്യമില്ലായിരുന്നു. പക്ഷേ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അവിടെ ഹോസ്പിറ്റലിൽ പോയി ബ്രസ്റ്റിൻ്റെ ലംബ് കാണിച്ചപ്പം അത് വെറും ഒരു സിസ്റ്റ് മാത്രമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഞാൻ പല സാക്ഷ്യങ്ങളും കാണുമായിരുന്നു ഈ പ്രഗ്നൻ്റ് ആവാത്തവരുടെയൊക്കെ. അപ്പം എനിക്ക് എന്നും ഒരു പ്രശ്നം തന്നെയായിരുന്നു. എനിക്ക് പേടിയുണ്ടായിരുന്നു എൻ്റെ ഈ വയസ്സിൽ ഇനി ഞാൻ പ്രഗ്നൻ്റ് ആവുമോ. അപ്പം ഞാൻ ഒരുപാട് 40 വയസ്സായ സ്ത്രീകളുടെ 42 വയസ്സായ സ്ത്രീകളുടെയൊക്കെ പ്രഗ്നൻസി കാണുമ്പോൾ ശരിക്കും ഇങ്ങനെയൊക്കെ എനിക്കും വരുമോ എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ആലോചിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ എൻ്റെ ഷോപ്പ് ഫ്ലോറിൽ കൂടെ നടക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ വയറ്റിൽ കുരിശ് വരച്ച അമ്മയുടെ സാക്ഷിയാക്കണേ, ഇവിടുത്തെ പല സാക്ഷ്യങ്ങളിലും ഞാൻ കണ്ടിരിക്കുന്നതാണ്, അമ്മയുടെ സാക്ഷിയാക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് പേർക്ക് മക്കളുണ്ടായതായിട്ട്. അങ്ങനെ ഞാൻ അമ്മയുടെ സാക്ഷിയാക്കണേ എന്ന് പറഞ്ഞ് ഒരുപാട് തവണ ഡെയിലി എൻ്റെ വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. അതുകൂടാതെ ദിവസവും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി തൈലവും യൂസ് ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ കുഞ്ഞിനിപ്പോൾ 3 മാസമായി. പ്രഗ്നൻസിയുടെ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ കുറേ കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു പ്രായത്തിൻ്റേതായ പ്രശ്നങ്ങൾ കാരണം, 37 വയസ്സായതുകൊണ്ട്. അതുമെല്ലാം ദൈവം കാത്ത ഒരു നോർമൽ ഡെലിവറി ഈ പ്രായത്തിൽ എനിക്ക് തന്നു. അതുപോലെ എൻ്റെ അനിയത്തിയുടെ കുഞ്ഞിനും ഇപ്പോൾ 5 മാസമായി. ദൈവം ഞങ്ങൾക്ക് ഇതല്ലാതെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. എൻ്റെ അമ്മ എൻ്റെ അനിയത്തിക്ക് വേണ്ടി ഉടമ്പടി എടുത്തിരുന്നു. അവൾ കാനഡയ്ക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത്, സാധാരണ കാനഡയിൽ പോയി 1-2 വർഷമായിട്ടും പലർക്കും നല്ല ജോലിയൊന്നും ആവാറില്ല. എൻ്റെ അനിയത്തി ചെന്ന് 1 മാസത്തിനുള്ളിൽ അവളുടെ കനേഡിയൻ ഇമ്പീരിയൽ ബാങ്കിൽ പെർമനൻ്റ് ജോലിയാണ് ദൈവം കൊടുത്തത്. അങ്ങനെ ദൈവം ഞങ്ങളെ ഒരുപാട് കാര്യങ്ങളിൽ സംരക്ഷിക്കുകയും ചെറുതും വലുതുമായ ഒരുപാട് അപകടങ്ങളിൽ നിന്ന് വരെ മാതാവ് ഞങ്ങളെ സംരക്ഷിച്ച് കൊണ്ടുപോകാറുണ്ട്. മാതാവിൻ്റെ പ്രസൻസ് ഞങ്ങളുടെ ലൈഫിൽ ഓരോ ദിവസവും ഫീൽ ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ സാക്ഷ്യം പറയാൻ നേരത്താണ് എൻ്റെ കുഞ്ഞുങ്ങളെ വീട്ടിൽ നിന്ന് എടുക്കാൻ പോയത്. ആ പോകുന്ന വഴി
വളരെ അപ്രതീക്ഷിതമായിട്ട് എൻ്റെ കാറിൻ്റെ മുമ്പിലോട്ടൊരു ബൈക്ക് എവിടെ നിന്നാണ് വന്നതെന്ന് പോലും അറിയില്ല. എനിക്ക് ബ്രേക്ക് ഇടാൻ പോലും ഒരു ഗ്യാപ്പ് ഇടാതെ പെട്ടെന്ന് വരികയും, എന്തോ മാതാവിൻ്റെ ഇടപെടലില്ലായിരുന്നെങ്കിൽ ശരിക്കും അത് അത്രയും ഭയങ്കര ഒരു ആക്സിഡൻ്റ് ആയി പോയേനെ. മാതാവ് അവിടെയും എന്നെ കാത്തു. എനിക്കിന്ന് സാക്ഷ്യം പറയേണ്ടതുകൊണ്ട് മാതാവ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് എന്നെ ഇവിടെ തിരിച്ചെത്തിച്ചു. മാതാവിന് ഈശോയ്ക്ക് നന്ദി. എൻ്റെ കൂടെ കൊളീഗ്സ് ആയിട്ടുള്ളവരും ഫ്രണ്ട്സ് ആയിട്ടുള്ളവരും പരിചയപ്പെടുന്നവരോടും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിലെ മാതാവിൻ്റെ ഓരോ അനുഭവങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പലരെയും ഞാൻ ഇങ്ങോട്ട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു വിട്ടിട്ടുമുണ്ട്. ഒരുപാട് ഹിന്ദു സുഹൃത്തുക്കൾ ഇപ്പം മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും, എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് ഭയങ്കര ആൽക്കഹോളിക്കായിരുന്നു, കുടുംബസമാധാനമൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. അവർ ഡെയിലി എന്നോട് ഈ പ്രാർത്ഥന ചോദിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ വളരെ സമാധാനവും സന്തോഷത്തോടെ UK ജീവിക്കുന്നു. പിന്നെ ഇതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എൻ്റെ കുടുംബത്തിൽ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഫാമിലിയിൽ ഞങ്ങളുടെ കസിൻസിന് കുറച്ച് പേർക്ക് ഡിഫിക്കൾട്ടാണ് പഠിക്കാനൊക്കെ, അവരെ സഹായിക്കാറുണ്ട്. പിന്നെ അതുകൂടാതെ അമ്മ ചാരിറ്റി ആയിട്ട് ഇങ്ങനെ ഭക്ഷണമൊക്കെ പള്ളികളിലുമൊക്കെ കൊടുക്കാറുണ്ട്. അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. സങ്കീർത്തനങ്ങൾ 32:6-7 തിരുവചനങ്ങൾ. ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല. അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു. ജോസ്ന എന്ന ഈ മകൾ തൻ്റെ കുടുംബത്തോടൊപ്പം ചേർന്ന് ദൈവം കുടുംബത്തിന് നൽകിയ വലിയ അനുഗ്രഹങ്ങളെ, കുടുംബജീവിതത്തിൻ്റെ വലിയ സന്തോഷങ്ങളെ അമ്മയുടെ തിരുനടയിൽ നന്ദിപൂർവ്വം സമർപ്പിക്കുന്നു. അവർ 2 സഹോദരിമാർക്കും വിവാഹം കഴിഞ്ഞ് 10 വർഷങ്ങൾക്ക് ശേഷം ഒരാൾക്ക് 37-ാമത്തെ വയസ്സിലും മറ്റൊരാൾക്ക് 34-ാമത്തെ വയസ്സിലും ഉടമ്പടി ജീവിതം കൊണ്ട് മാത്രം പരിശുദ്ധമ്മയുടെ ഉടമ്പടി നേർച്ചവസ്തുക്കൾ, ഉടമ്പടി തൈലം ഉദരത്തിൽ കുരിശടയാളം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി എന്നും പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് നാവിൽ ഒരു തരി വെച്ച് അമ്മ മാതാവിൻ്റെ സംരക്ഷണവും സഹായവും ശരീരത്തിൽ പടർന്നിറങ്ങി ഏതെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അത് മാറി ശാരീരിക പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ഈശോയുടെ ശക്തിയും അമ്മയുടെ സംരക്ഷണവും ലഭിക്കുന്നതിന് ഈ മക്കൾ ശരണപ്പെട്ട് പ്രാർത്ഥിച്ചതിലൂടെ മരുന്നോ ചികിത്സയോ മറ്റ് യാതൊരു ഇടപെടലുകളോ ഇല്ലാതെ ഈ മക്കൾക്ക് അമ്മ മാതാവ് ഈ പ്രായത്തിൽ മക്കളെ നൽകി അനുഗ്രഹിച്ചതിൻ്റെ വലിയ സന്തോഷമാണ് ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. മകളത് സുന്ദരമായിട്ട് പറഞ്ഞു. ഏറെ ചികിത്സയും ക്ലേശങ്ങളുമൊക്കെ കടന്നുപോയവരാണ്. കുഞ്ഞുങ്ങളുണ്ടാവില്ലെന്ന് ഡോക്ടർമാർ തന്നെ ഏതാണ്ട് ഉറപ്പിച്ചവരോട് പറഞ്ഞവരുമാണ്. ആ ഒരു സാഹചര്യത്തിലും ഉടമ്പടിയിലുള്ള അമ്മയിലുള്ള ആശ്രയത്വം, വിശ്വാസം മകൾക്ക് നഷ്ടപ്പെട്ടില്ല എന്നതുകൊണ്ടാണ് അവൾ അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ വീണ്ടും അമ്മയുടെ അരികിൽ വന്ന ഉടമ്പടി പുതുക്കി തനിക്കും തൻ്റെ സഹോദരിക്കും വേണ്ടി കുഞ്ഞുങ്ങളുണ്ടാകണമെന്ന നിയോഗം എഴുതി സമർപ്പിച്ച് തിരികെ പോകുന്നത്. തിരികെ പോകുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അമ്മ എപ്പോഴാണോ അമ്മയുടെ സമയത്തിൽ ഈശോയുടെ അനുഗ്രഹത്താൽ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ഉരുവാക്കുന്നതെന്ന് യാതൊരു നിശ്ചയമില്ല. എന്നാൽ അനുജത്തി ആദ്യം വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ ക്യാരിയിങ് ആണെന്ന്. അത് സന്തോഷത്തോടെ കേൾക്കുമ്പോഴും തൻ്റെ ജീവിതത്തിൽ അതിൻ്റെ യാതൊരു സാധ്യതയും തിരിച്ചറിയുന്ന പോലുമില്ല. മറ്റൊരു രോഗവുമായി, ഒരു ലംബുമായി അത് ആശുപത്രിയിൽ ചെന്ന് അതിൻ്റെ പരിശോധനയ്ക്ക് വേണ്ടി വിധേയപ്പെടുമ്പോഴാണ് തിരിച്ചറിയുക തൻ്റെ ഉള്ളിലും ഒരു കുഞ്ഞ് വളരുന്നുണ്ടെന്ന്. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന ഒറ്റവാചക പ്രാർത്ഥനയുമായി ജീവിതത്തിൽ ഓരോ ദിവസവും തൻ്റെ ജോലി സമയം മുഴുവനും ഉദരത്തിൽ കുരിശടയാളം വരച്ച് മകൾ നടക്കുന്നത് ഈ സാക്ഷ്യത്തിൽ എടുത്തു പറയുന്നുണ്ട്. അത് നമ്മൾ അമ്മയിൽ എത്ര കണ്ട് ശരണപ്പെടുന്നു. ലോകത്തിന് അസാധ്യമായത്, വൈദ്യശാസ്ത്രത്തിന് അസാധ്യമായത്, മരുന്നുകൊണ്ട് നേടാനാവാത്തത്, ചികിത്സ കൊണ്ട് ഫലം കിട്ടാത്തത്, അതിന് ദൈവശക്തിയാൽ മാത്രം കൃപയും അനുഗ്രഹവും ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കും അവിടുന്ന് അനുഗ്രഹത്തിൻ്റെ സംരക്ഷണവും സഹായവും ഒരുക്കി കൊടുക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ 2 പിഞ്ചു പൈതങ്ങളുമായി ഈ കുടുംബം ഈ എൽത്താരയിൽ നിന്ന് ഏറ്റുപറയുന്നത്.
അമ്മ മാതാവും തിരുക്കുമാരനും ഈ കുടുംബത്തിൽ നൽകിയ ഈ വലിയ സന്തോഷത്തിന്, ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.